അതെ. ഇത് ഏകദേശം ഒരു 2, 3 വർഷം മുമ്പെങ്ങാണ്ട് പോയ വീഡിയോയാണ്. പക്ഷെ എന്നിട്ട് തന്നെ നല്ല രസമുണ്ട്. വൃന്ദാവൻ ഗാർഡൻ ഒന്ന് കണ്ടത് തന്നെ കേട്ടോ, മിസ് ചെയ്യാതെ. അടിപൊളിയായിട്ടുണ്ട്. കണ്ടോ ഇതിപ്പോ നമ്മള് ഈ ഭാഗത്തേക്ക് വന്നു. അപ്പുറ സൈഡാണ് ഗാർഡൻ കണ്ടില്ലേ? അവിടെ ആ ലൈറ്റ് ഹാ ഷോയും ഹാ. അതൊക്കെ നല്ല നല്ല രസമുണ്ട്. അപ്പൊ ഇവിടെ ഏകദേശം ഈ ഒരു ഭാഗത്തും ഇത് ചെറിയ ലൈറ്റ് ഷോ കാര്യങ്ങളെല്ലാം ഉണ്ട്. മീൻസ് ആ ഗാർഡന്റെ ഇതൊക്കെ കണ്ട് നല്ല രസിച്ച് നമുക്ക് പോകാം. വീഡിയോയിൽ എത്രമാത്രം അതിന്റെ ഭംഗി ഉൾക്കൊള്ളാൻ അല്ല വീഡിയോ തന്നെ നല്ല ഭംഗി പറ്റിയെന്ന് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. അത് ഉൾക്കൊള്ളിക്കാൻ തന്നെ മാക്സിമം കിട്ടിയിട്ടുണ്ട് വീഡിയോയിൽ. ആ, കാരണം പ- കാണുമ്പോൾ തന്നെ അറിയാം ഗാർഡന്റെ ഓരോ ലൈറ്റ് ഓരോ സെക്ഷനും പകൽ എങ്ങനെയാണോ അത് അതേപോലെ തന്നെ രാത്രിയിൽ വേറൊരു രീതിയിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇതുണ്ട് ആ വാട്ടർ. ഫൗണ്ടൈനും കാര്യങ്ങളൊക്കെ ലൈറ്റപ്പ് ഒക്കെ ചെയ്ത് ശരിക്കും പറഞ്ഞാൽ ആ ഗാർഡൻ രാത്രിയിൽ അങ്ങ് ആ അവതാർ മൂവിയിലെ പോലെ ലൈറ്റപ്പ് ചെയ്ത് നിൽക്കുന്ന പോലെ ഒരു ഫീലിംഗ് ആണ്. പകൽ വേറൊരു ലുക്ക്, രാത്രി വേറൊരു ലുക്ക്. പിന്നെ അത് കൂടാതെ ഇതിന് ശേഷം നമ്മൾ ആ വീഡിയോയിൽ കാണുന്നുണ്ട്. ഇതിന് ശേഷം കുറച്ച് ലൈറ്റ് ഷോയും പിന്നെ കന്നഡ ഗാനങ്ങളും ഇപ്പൊ ഹിന്ദി കാണിക്കുന്നുണ്ട്. ഗാനങ്ങളൊക്കെ അത് ഈ കാണുന്നുണ്ട്. നമ്മൾ ആ ലൈറ്റ് ഷോയ്ക്ക് നിൽക്കും കേട്ടോ. ആ കറക്റ്റ് ആ സമയം ഒരു 7 മണി 8 മണി ആകുമ്പോഴത്തേക്കാണ് ഏകദേശം ഒരു അരമണിക്കൂറോളം ഉണ്ട് ഈ ലൈറ്റ് ഷോ. പാട്ടിടാൻ പറ്റായിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കോപ്പിറൈറ്റ് പിടിക്കും എന്നുള്ള ഒരു പ്രശ്നമുള്ളതുകൊണ്ടാണ് ആ പാട്ട് നമ്മളിപ്പോൾ ഇതിൽ വോളിയത്തിൽ മീൻസ് റെക്കോർഡ് റെക്കോർഡിൽ കാണിക്കാത്തത്. പക്ഷെ ആ മ്യൂസിക്കിനനുസരിച്ചുള്ള ആ റിതമൊക്കെ അനുസരിച്ചാണ് ഈ ഫൗണ്ടൈൻ കാര്യങ്ങളൊക്കെ അതിന്റെ ആ മൂവ്മെന്റ് കാര്യങ്ങളൊക്കെ നടക്കുന്നത്. പക്ഷെ ഒരു നല്ലൊരു ഹൈ പ്ലീസിങ് വിഷനാണിത്. നല്ല രസമുണ്ട് കാണാൻ. ഉം. ആ ഓരോ ഇത് മൂവ് ചെയ്യുന്നത് ആ പാട്ടിനകത്ത് കേട്ടിട്ടുണ്ടെങ്കിൽ നല്ല രസമായിരിക്കും. അതെ കോപ്പിറൈറ്റ് പിടിക്കും എന്നുള്ളത് കൊണ്ട് മാത്രം നമ്മളത് പാട്ടിടാത്തത്. കണ്ട എത്രമാത്രം എങ്ങനെ നല്ല ഒരു വിഷ്വൽ ബ്യൂട്ടി തന്നെയല്ലേ നല്ല കാണാനായിട്ട്. രസമാണ് ആണ്. പക്ഷെ ശരിക്കും പാട്ടോടെ ഇതിന് വന്നാലാണ് നമുക്ക് ആ പാട്ടും കൂടി ബാക്ക്ഗ്രൗണ്ടിൽ ഉണ്ടെങ്കിൽ അതൊരു രസം ഈ ബോളിവുഡ് മൂവീസ് ഇഷ്ടംപോലെ ഇടുന്നുണ്ട്. അത് കൂടാതെ കന്നഡ മൂവീസ് അങ്ങനെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ലാംഗ്വേജസിലെ മൂവീസ് ഒക്കെ ഇട്ടിട്ടാണ് അവർ ആ ഷോ നടത്തുന്നത്. ഓക്കെ നല്ല രസമാണ്. അതിന്റെ ആ ഒരു ഫീൽ വരണമെങ്കിൽ നല്ല രസമായിരിക്കും. നല്ല ആ മൂവിയുടെ സോങ്ങും കൂടി കേട്ടിട്ട് അടിപൊളിയായിരിക്കും. നല്ല രസമായിട്ടുണ്ട് കാണാൻ. ഇത് ഈ ഷോയ്ക്ക് നമുക്ക് ബോട്ട് കയറിയാണ് ഇങ്ങോട്ട് നമ്മൾ വന്നില്ലേ. അതിനുശേഷം ഈ ഷോ കഴിഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചു വേണമെങ്കിൽ നമുക്ക് ബോട്ടിൽ തന്നെ പോകാം. ബോട്ടിലാണ്ട് പോകും. ബോട്ട് ഇല്ലാതെയും പോകാം, നടന്നു പോകാം ആ ലേക്കിന്റെ സൈഡിൽ കൂടി. പക്ഷെ അത്യാവശ്യം നല്ല ദൂരം ഉള്ളതുകൊണ്ടാണ് നമ്മൾ ബോട്ട് യൂസ് ചെയ്യുന്നത്. ബോട്ട് യൂസ് ചെയ്യുന്നത്. വൃന്ദാവൻ ഗാർഡൻ എത്താനായിട്ട് മൈസൂർ സിറ്റിയിൽ നിന്ന് ഒരു 12 കിലോമീറ്റർ നമ്മൾ പോരേണ്ടി വരും. ഒരു ഓട്ടോ ടാക്സി അല്ലെങ്കിൽ ബസ്സും എല്ലാം അവൈലബിൾ ആണ് ആ ഭാഗത്ത്. ഓക്കെ. തിരിച്ച് ചേട്ടൻ റിട്ടേൺ പോവാണോ? അല്ല നമ്മൾ ഇതിലേക്ക് സിറ്റിയിൽ നിന്ന് എത്താനായിട്ട് ഏകദേശം ഒരു 12 കിലോമീറ്റർ ഉണ്ട്. അപ്പൊ ഓക്കെ അന്ന് ഞാൻ പോയത് നമ്മുടെ സ്വന്തം വണ്ടി എടുത്ത് മൈസൂരെല്ലാം കറങ്ങി അങ്ങനെ പോകുന്ന വഴിയായിരുന്നു. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ അതുകൊണ്ട് നമുക്ക് അങ്ങനെ ട്രാവലിംഗിന്റെ പ്രത്യേകം ഇത് നൈറ്റ് എത്ര മണി വരെ ഉണ്ടാവും ഗാർഡൻ? സാധാരണ ഈ വീക്ക് ഡേയ്സിൽ 6:30 മുതൽ 7:30 വരെയാണ് ഈ ഫൗണ്ടൻ ഷോ കാര്യങ്ങളെല്ലാം വരുന്നത്. വീക്കെൻഡും ഹോളിഡേ ഒക്കെ ആണെങ്കിൽ 6:30 മുതൽ 8:30 വരെ ഈ ഫൗണ്ടൻ ഷോ ഉണ്ടാകും. പിന്നെ ഫൗണ്ടൻ ഷോ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മൾ അവിടെ നിന്ന് പോരുക. അപ്പൊ നമ്മൾ ആ തിരിച്ച് അതിൽ കൂടെ വന്നു ഫൗണ്ടൻ ഷോ ഒക്കെ കണ്ടു. നല്ലൊരു അനുഭവമായിരുന്നു അവിടെ. പിന്നെ അതിനുശേഷം നമ്മൾ മൈസൂർ ടൗണിലേക്ക് വരിക. നമ്മൾ റൂം എടുത്ത് അവിടെ സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട്.